കറുത്തമാരിക്കട്ടാ അതാക്കുന്നു. ഇതിൻ്റെ തേങ്ങയല്ല കേട്ടോ, ഇതെടുത്ത് ഇവിടെ തേങ്ങയാണ്. എല്ലാവർക്കും വേണ്ട പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ പറയണൊന്നും കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? ഇവിടെ മരാമത്ത് പണിയിലാണ്, റോഡ് നേരെയൊക്കെയാണ്. നിങ്ങളെ വർക്ക് ഇൻട്രസ്റ്റ് നാട്ടുകാർ കാണും, കുഴപ്പമുണ്ടോ? ഇതെങ്കിലും ഇടണില്ലേന്ന്. അതും ഇട്ടില്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊല്ലും. അതിൻ്റെ മുന്നേ ഞാൻ തന്നെ തല്ലിക്കൊല്ലും. നിങ്ങൾക്കൊന്നും പറയാല, നിങ്ങളെന്തെൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കൊന്നും പറയാത്തേ? ഏയ് എന്തേലും പറയേ കേട്ടാ. ആൾക്കാർക്കോ? ആ ആൾക്കാർ സഹിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ. ഓനോട് എന്തെങ്കിലുമൊക്കെ അപ്പൊ പറയുന്നത് സഹിക്കണേന് നന്ദിയോ? എന്റെ വീഡിയോ കണ്ട് സഹിക്കണേന് നന്ദി. നിങ്ങൾ സഹിക്കും, നിങ്ങൾ സഹിക്കണ പോലെ തന്നെ ഓലും സഹിക്കും. നിങ്ങൾ ഗതിയോട് കൊണ്ടല്ലേ സഹിക്കുന്നേ, അതുപോലെ ഓലും സഹിക്കും. നമുക്ക് വീട്ടിൽ നിന്ന് ഇതൊക്കെ ഏട്ടൻ മരാമത്ത് പണിയിലാണ് കേട്ടോ. നല്ല കുണ്ടായിരുന്നു കേട്ടോ ഈ റോഡ്. നമ്മുടെ വീടിന്റെ മുന്നത്തെ റോഡ് എന്താ പറയാ, കോൺക്രീറ്റ് ഇട്ടല്ലോ. ആ സമയത്ത് തറവാട്ടിക്കുള്ള റോഡ് ഇങ്ങോട്ട് കുണ്ടാക്കി. എന്നിട്ട് പിന്നെ ഏട്ടൻ ഇതുപോലെ ഇങ്ങനെ ഓരോ പണി സ്ഥലത്തു നിന്ന് ഇങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്നിട്ട് ഇതിപ്പോ ഈ ഒരു പരിവ് ഏകദേശം ആയിട്ടുണ്ടേ. അവര് പണി ഒരുങ്ങാതെ കേട്ടോ ഞാൻ അത് കൂടെ നടക്കണ്. ഏട്ടൻ തൊടിയിൽ എന്തേലൊക്കെ പണിയുമ്പോ ഞാൻ അങ്ങനെ ചുറ്റിപ്പറ്റി ഏട്ടന്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഓരോ കിള്ളും കയറും പറയും. ഏട്ടനത് വലിയ നിർബന്ധമൊന്നുള്ള കാര്യമല്ല. ഏട്ടൻ പണിയെടുക്കുമ്പോ ഞാൻ പുറത്തേക്ക് വന്നില്ല എന്ന് എഴുതിയിട്ടും പരാതില്ല, വന്നു എന്ന് എഴുതിയിട്ടും പരാതില്ല. അത് അങ്ങനെ ഒരു ഓളത്തിന് പോണ മനുഷ്യനാണ്. പണിയെടുക്കുന്ന ഹെൽപ്പറല്ല, മേസ്തിരി. മേസ്തിരി അല്ലേ പണിയെടുക്കണ നോക്കണ അല്ലേ? ഞാൻ മേൽസ്ഥിതിയാണ്, മേൽസ്ഥിതി. ഇന്ത്യയൊക്കെ ചെറുതിലുണ്ടല്ലോ അച്ഛേ വല്യച്ഛ എന്തേലൊക്കെ പണിയെടുക്കുമ്പോഴത്തേക്കും ഓലൊക്കെ ഭാര്യമാർ ഓരോ ചുറ്റിപ്പറ്റി വേണം, അല്ലെങ്കിൽ കാണാൻ ചീത്ത അറിയണു. ഞാനോർത്ത് ഇവരും അങ്ങനെയായിരുന്നു. ഇവരങ്ങനെ അല്ലേ അല്ല. നിങ്ങളിങ്ങനെ തൊടി പണിയെടുക്കുമ്പോ നിങ്ങൾക്ക് ഇന്നെ വിളിച്ചുകൂടെ, വർത്താനൊക്കെ പറഞ്ഞൂടെ, നിങ്ങൾ വല്ലാത്ത സാധനമാണ്, എല്ലാരും അങ്ങനെയൊക്കെയാണ്, നല്ല ഭാര്യയും ഭർത്താവും ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഏട്ടൻ ചിരിക്കും, എന്നിട്ട് പറയും ഞാൻ ഇപ്പൊ കരുത ഈ അവിടെ എന്റെ വല്ല പണിയെടുത്തോട്ടെ, വെറുതെ ഈ ഇവിടെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിന്ന് എന്റെ സമയം കളയണ്ട, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ വെണ്ടലടിക്കും. നമുക്ക് എന്താ സന്തോഷം വെച്ചാ നമ്മളത് ചെയ്യാല്ലേ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിനനുസരിച്ചിട്ട് സന്തോഷിക്കാന്ന് മെനക്കെട്ടാലേ അത് ജന്മത്തിൽ നടക്കൂല. അതൊക്കെ ഞാൻ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എടുത്ത് ആർജിച്ച കാര്യങ്ങളാണ്. ഏത് നേരം പിന്നാലെ നടക്കാൻ വിളിക്കാത്തതിന് ഇപ്പൊ ഞാൻ പരാതി അറിയുന്നുണ്ട്. പിന്നാലെ നടക്കാൻ വിളിച്ചാൽ ചിലപ്പോ അതിനും പരാതി പറയുമായിരിക്കും. നീ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടും കൂടി ഇല്ല കേട്ടോ. രാവിലെ മുണ്ടേക്കോട് അമ്പലത്തിൽ പോയിരുന്നു. ഇതിപ്പോ എന്താ ടോർച്ച്, പക്ഷെ മീൻ വറുത്തതായി. ഉണ്ടെങ്കിൽ ചോറ് മാത്രം ആയാൽ മതി. പിന്നെ ഇന്നലത്തെ തക്കാളിപ്പുളി ഉണ്ട്, കുറച്ച് മാങ്ങച്ചാറുണ്ട്, പാക്ക് വെച്ചാൽ ഒപ്പിക്കാച്ചു. പറ്റിയ കുറച്ച് വെള്ളമാണ് ഇത്ര കുടിക്കാൻ. അപ്പം അതൊക്കെ എടുത്ത് കൊണ്ടേ കൊടുക്കട്ടെ. വെള്ളം നിന്ന് കുടിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ടോ. ഞാനുണ്ടല്ലോ നിന്നിട്ടുള്ള വെള്ളം കൂടി കുറേ നിർത്തിയിട്ടോ. ഈ ചാണക്യതന്ത്രം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ നിന്നിട്ട് വെള്ളം കുടിച്ചാൽ ഉണ്ടാവണ ദോഷങ്ങൾ. നമ്മളെ എന്താ പറയുക, ഈ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ പറയാമല്ലോ നിന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, അവരുടെ മതത്തിൽ ഇരുന്ന് വെള്ളം കുടിക്കണം, അങ്ങനെയാണ് പറയണതെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊരു ആചാരമാണ്, വെള്ളം കഴിച്ചപ്പോൾ എങ്ങനെയും നിന്ന് കുടിച്ചാൽ പോലെ ഓർത്തായിരുന്നു. പക്ഷെ ആ ആചാരത്തിന് പിന്നിലൊക്കെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അത് എനിക്ക് മനസ്സിലായത് ഇപ്പം അടുത്താണ് കേട്ടോ. ഈ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ എന്താ ഡയറക്റ്റായിട്ട് വെള്ളം അങ്ങോട്ട് ചെല്ലുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു അരുവിയിൽ വെള്ളം ചാടുന്ന അതേ സ്പീഡിലായിരിക്കും വെള്ളം താഴത്തേക്ക് എത്തുക. അതിൻ്റെതായ കുറേ ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാവും അത്ര. പക്ഷെ നമ്മൾ ഇരുന്ന് വെള്ളം കുടിക്കുക, അതിങ്ങനെ ജഗ്ഗിലല്ല ഒരു ഗ്ലാസ്സിൽ സിപ്പായിട്ട് കുടിക്കുക. അങ്ങനെ കുടിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതത്രേ. അത് ശരി തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കുടുകൂടാ കുടിക്കുമ്പോഴത്തെ സ്പീഡും നമ്മളിങ്ങനെ കുറേശ്ശെ കുടിക്കുമ്പോഴത്തെ സ്പീഡും രണ്ടല്ലേ. തൽക്കാലം ഞാനിപ്പോൾ ഇരുന്ന് വെള്ളം കുടി തുടങ്ങി. പക്ഷേ ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ ദാഹം മാറൂല, തൃപ്തിയാവൂല. ആ ശീലം കൂടി ഒന്ന് മാറ്റിയെടുക്കണം.
കുറെ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കേൾക്കൊണ്ട് നമുക്ക് അറിയാത്തതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണല്ലോ നമ്മളിൽ റിസൾട്ട് ഉണ്ടാവണേ. വെറുതെ ക്ലാസ്സുകൾ കേട്ടാ പോരാലോ. അപ്പോ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഏതാന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതിട്ടോ, ഞാൻ പറയേ. പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള്, പുതിയ പുതിയ നല്ല ടിപ്സ് ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കണ്ടെത്തുന്നത് നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കും കേട്ടോ. എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പൊ എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഏട്ടനും ഉണ്ണികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ ഇങ്ങനെ നിർബന്ധിക്കലുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെയൊക്കെ വീട്ടില് സിങ്കില് നമ്മൾ ഈ ചിലപ്പോ ഒക്കെ ചായപ്പൊടി കൊട്ടുമല്ലോ. ഞാൻ എപ്പോഴും കൊട്ടലുണ്ട്. എന്റെ കെട്ടിയവൻ പറയുന്നത് ഞാൻ ചായപ്പൊടി കൊട്ടിക്കുട്ടിയിട്ടാണ് വേസ്റ്റ് കുഴി പെട്ടെന്ന് നിറയണേന്നുള്ളതാണ്. അറിയില്ല കേട്ടോ സത്യമാണോ അല്ലേ എന്നുള്ളത്. വേസ്റ്റ് കുഴിയിൽ ഇറക്കി വെക്കാൻ ഒരു റിങ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പറയാണ് പഴയ വേസ്റ്റ് കുഴിത്തെ റിങ് ഇല്ലേ, അതിന്റെ മണ്ണും വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് അതും കൂടി എടുക്കാം, രണ്ടും കൂടി വെച്ച് മണ്ണിടാന്ന്. പക്ഷെ ഇരട്ടി പണിയല്ലേ എന്നോർത്ത് ഞാനത് വേണോ വേണ്ടോ എന്നുള്ള ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കായിരുന്നു. എന്റെ കുഞ്ഞു അടുക്കളയത്തെ പുകയില്ലാത്ത അടുപ്പില്ല, അതാകെ പൊട്ടിപ്പൊളിങ്ങായിരുന്നു. അപ്പൊ ഞങ്ങളത് പൊളിച്ചു കേട്ടോ. അവിടേക്ക് നമുക്ക് ഫ്രിഡ്ജ് കയറ്റിച്ച ഇവിടെ കുഞ്ഞ് വലിയ അടുക്കളയിൽ ഒത്തിരി സ്ഥലം കിട്ടൂല. ആ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോറ് വെക്കാനും ചൂടുവെള്ളം വെക്കാനൊക്കെ അടുക്കളപ്പുറത്ത് നമ്മൾ തൽക്കാലം അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കത്തും. പിന്നെ എന്തിനാ നമുക്ക് പുകയില്ലാത്ത അടുപ്പൊക്കെ. പുകയില്ലാത്ത അടുപ്പ് എന്ന് പേരെന്നെ ഉള്ളൂ, പുകയൊക്കെ ഇഷ്ടം പോലെ പിടിക്കലുണ്ട്, വേറെ കാര്യം. പേട്ടൻ വേസ്റ്റ് കുഴിക്കുള്ള റിങ്ങൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ചൂടല്ലേ, കഴിക്കാൻ ഒന്നും വേണ്ട, എല്ലാവർക്കും കുടിക്കാൻ വെള്ളം മാത്രം മതി. നമ്മൾ ആ കറുവത്തയിൽ ഇങ്ങനെ പഴുത്തൊരു കറുത്തയൊക്കെ ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നേ. അപ്പൊ ഒരെണ്ണം അത്രയും നല്ല പഴുത്ത. അപ്പൊ അതെല്ലാം ഞാൻ മുറിച്ച് റെഡിയാക്കുകയാണ്. നല്ലോണം പഴുത്തളിങ്ങാ ആദ്യം കഴിക്കൂല. അച്ചൂസിന് പിന്നെ വേണ്ടേ വേണ്ട. എനിക്ക് വേട്ടനും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കിളിയോ കിളി തോൽച്ചത്താതെ കിളി മാത്രമേ തിന്നുള്ളൂ, മനുഷ്യന്മാരില്ലേ. ഞാൻ തോല് ചെത്താതെ ഒരു കഷ്ണം അവന്റെ കൈ കൊടുത്തു. അതിനാ പിന്നോട് ചോദിച്ചേ തോല് ചെത്താണ്ടത് കഴിക്കാൻ ഞാൻ എന്താ കിളിയാണോന്ന്. കറുത്തുകായൊക്കെ നമ്മൾ തോല് ചെത്താണ്ട് ഇങ്ങനെ അതിനെ ഒന്നിങ്ങനെ പരത്തി പിടിച്ച് അങ്ങനെ തിന്നൂലോ. അതൊന്നും ഇവന്മാർക്ക് അറിയില്ല. ഇവന്മാർക്ക് ഞാനിങ്ങനെ തോലെല്ലാം ചെത്തി കുരുവെല്ലാം കളഞ്ഞ് നുറുക്കി ഇങ്ങനെ സ്റ്റൈലായിട്ട് കൊടുക്കണം. അപ്പൊ അവരതിങ്ങനെ തിന്നും. ആ ശീലാണ്. പിന്നെ പോലെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ. തിന്നാൻ കൊടുത്തപ്പോ എന്റെ അടുത്ത് പറയാം, അമ്മ ഇതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് അമ്മ ഒരു ഫേഷ്യൽ മാസ്ക് ഉണ്ടാക്കി തന്നെ. അത് തന്നെ ചെയ്യാൻ വയ്യ, അത് ഞാൻ ഉണ്ടാക്കി മുന്നിക്ക് കൊടുത്താൽ ഓനോന്റെ മോന്തേമ വെച്ച് തേക്കും. പക്ഷെ ഈ പപ്പായയുടെ ഫേഷ്യൽ മാസ്ക് നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും, ടാനൊക്കെ ഒന്നങ്ങോട്ട് മാറി കിട്ടും. ഏട്ടനൊരു പണിയുടെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതത് കഴിയണം. അതല്ലാണ്ടായിരുന്നു ഇടയിനിടയിന്ന് കേറി പോരുന്നത് ഇഷ്ടമില്ല. പിന്നെ അവിടുന്ന് കേറി പോണെങ്കിൽ നല്ല ട്രിപ്പും വരണം. അപ്പൊ പിന്നെ ഒന്നും നോക്കൂല, വീട്ടിലെടുക്കണ പണി അവിടെ ഇട്ടിട്ട് മണ്ടൂട്ടും. നമ്മളവിടെ വേലയൊക്കെ ഉണ്ടായില്ലേ, അതിന്റെ മുന്നെടുത്ത വീഡിയോസ് ആണ് ഇതൊക്കെ കേട്ടോ. വേലയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്നിട്ടാണ് വേലയുടെ മുന്നെടുത്ത വീഡിയോയുടെ എഡിറ്റിങ് കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും തിരക്കല്ലേ, ഇതൊന്നും ശ്രദ്ധയപ്പെട്ടില്ല. ഇതങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ അപ്പൊക്ക് ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്ട് മനസ്സും വന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ ഉണ്ടല്ലോ, എനിക്ക് ഹൈബ്രോ തന്നെ കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഹൈബ്രോ തിക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കാണിക്കേ. ഈ പെൻസിൽ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് പരക്കൂല, നല്ല പെൻസിലാണ് കേട്ടോ. ഇപ്പൊ കണ്ണെഴുതി കഴിഞ്ഞാൽ വൈകുന്നേരം വരല്ല, നാളെ രാവിലെ വരത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. മിഡ് നൈറ്റിൻ്റെ പെൻസിലാണ്, കാജൽ പെൻസിലാണ്. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതിൽ വന്നിട്ട് 4 ഷെയ്ഡ് ഉണ്ട്. ഇത് വന്നിട്ട് ഹൈബ്രോ ഫില്ല് ചെയ്യാനാണ്. ഇനിമാതിരി ഹൈബ്രോ ഇല്ലാത്തവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയൊരു പ്രൊഡക്റ്റാണ്. അപ്പം എനിക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖറും എൻ്റെ ചുണ്ടൊക്കെ പാടെ വലിഞ്ഞ് പൊട്ടിയിരുന്നു. അതിൻ്റെ ഒരു ഇറുക്കവും ടൈറ്റൊക്കെ എൻ്റെ ലിപ്പിനും ഫേസിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സർവേശ്വരന്റെ സഹായം കൊണ്ട് ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ റോൺസിലിന്റെ ഹൈബ്രോ പൗഡർ ആണ്. ഇതിൽ വന്നിട്ട് 4 ഷെയ്ഡ് ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ ഹൈബ്രോയും ഓരോരോ കളർ ആവൂലോ എന്ന് വെച്ചാൽ ചിലരുടെ നല്ല ഡാർക്ക് ആവും, ചിലവരുടെ കുറച്ചൊരു ബ്രൗൺ ആവൂലേ, ചിലരുടെ ഒരു വേറെ തരം കളർ. ഇപ്പോൾ ഉള്ളിലുള്ളതിനനുസരിച്ചിട്ടും ഇല്ലാത്തതിനനുസരിച്ചിട്ടും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവൂലോ. അപ്പൊ അതൊക്കെ നോക്കി കണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഈ 4 പൗഡർ കളേഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ 1-2 കളേഴ്സ് എടുത്തിട്ട് മിക്സ് ആക്കി നമ്മുടെ ഹൈബ്രോക്ക് മാച്ച് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നല്ല തിക്ക് തോന്നും. അതുപോലെ തന്നെ ഇത് മാഞ്ഞു പോവുകയില്ല. നമ്മൾ ഓർക്കുമല്ലോ പൊടിയാവുമ്പോ അത് ഉതിർന്ന് മുഖത്തേക്കാവുമോ അല്ലെ പരക്കുവോ, അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മുടെ റോൺസിലിന്റെ ഹൈബ്രോ പൗഡർ സൂപ്പറാണ്. ഇതിൽ 2 ബ്രഷും ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് വേണേ മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉച്ചാമ്പരിക്ക് പയറുപ്പേരിയാണ്, പിന്നെ പരിപ്പ് കറിയാണ്. ഹിന്ദിക്കാരുണ്ടാക്കൂലേ, പരിപ്പും തക്കാളിയും പച്ചമുളകും
പരിപ്പും വെറും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കുക, എന്നിട്ട് ഉള്ളി വറുത്തിടുക. അത്രേ ഉള്ളൂ. സിമ്പിൾ കറിയൊക്കെ ആയി. ഊണൊക്കെ കഴിച്ചു. പിന്നെ അടിക്കാൻ കൊടുത്തത് മേടിക്കണം, വീട്ടു സാധനങ്ങൾ മേടിക്കണം. അപ്പൊ ഇന്ന് ഞാനും ആദ്യം കൂടെയാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 3-3:30 അടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതെങ്കിലും കൂടെ വെയിൽ കണ്ടു കഴിഞ്ഞാൽ നട്ടുച്ചയാണ് തോന്നും. ഇനിയിപ്പോ ഇവിടെ അങ്ങടെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പാടത്ത് കൂടെ അങ്ങനെ നടന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് റോഡിന്റെ അവിടേക്ക് എത്തിയല്ലോ. പിന്നെ ഒരു മടക്ക വണ്ടി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ മടക്ക വണ്ടിയുടെ ആവശ്യമില്ല, ടൗണ് തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ അറിയുന്ന മടക്ക വണ്ടി കൊണ്ട് നമ്മൾ അതിൽ കയറിയിട്ടാണ് പിന്നെ ടൗണിലേക്ക് പോയത്. പാടത്തുനിന്ന് റോഡിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ സീരിയസ് ആയ ഒരു മാറ്റർ സംസാരിക്കാൻ തുടങ്ങി. വല്ലപ്പോഴൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ള സംസാരം. അധിക സമയത്ത് വെറും ചളിയും കോമഡിയും ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെ സംസാരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ പോയ കടകളും കാര്യങ്ങളും ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, എല്ലാം മറന്നുപോയി. മാസ്ക് കിട്ടും പൊടിയാണേ. മാസ്ക് ഇടുക കാരണം കൊണ്ട് എല്ലാരും എന്നെ കുറ്റം പറയും, കളിയൊക്കെ ചെയ്യാണ് കേട്ടോ. എന്തിനു പറയണേ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം പറയും, ഓ അമ്മ വലിയ സെലിബ്രിറ്റി അല്ലേ, അമ്മേനും ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊന്നല്ല, നമ്മളെ നല്ല രീതിയിൽ ആൾക്കാർ അറിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നൊക്കെ നമുക്ക് സന്തോഷമല്ലേ. പക്ഷെ ഈ റോഡിലെ വണ്ടികളുടെ പുക, പൊടി ഇതൊന്നും പറ്റൂല. അപ്പൊക്ക് അലർജി ആവും, ശ്വാസം മുട്ട് വരുന്നുണ്ട്. ഞാൻ കുറെ തവണ പരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണത്. പക്ഷെ ഈ മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം കുറെ അലർജി കമ്മിയായിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറയുകയും ചെയ്തത് കേട്ടോ, അവനവന്റെ തടി അവനെ നോക്കുക, ഇതിന് വേറെ ഒരു പരിഹാരം ഇല്ല, പൊടി പുക ഒന്നും ആവാണ്ടിരിക്കുക, അത്രേ പരിഹാരമുള്ളൂ അലർജി വരാതിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മള് മാസ്കിനോടൊന്നും കൂടെ അടുത്തിട്ടുള്ളത്. തിരിച്ചു വന്നിട്ട് പിങ്കൂസിന്റെ കൂട് പെയിന്റ് അടിക്കുകയാണ് ആദ്യം കേട്ടോ. ഇത് കോഴിക്കൂടായിരുന്നേ, ഏട്ടനത് നമുക്ക് നായക്കൂടാക്കി മാറ്റുകയാണ്. ഇതിന് മുകളിൽ നമുക്ക് ഓടൊക്കെ വേണം മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും. പിങ്കൂസ് ഇതുവരെ മേലെ പാത്തല്ലേ കടന്നിരുന്നത്. അവിടെ ഒരു കുഞ്ഞു കൂടുണ്ടായിരുന്നു, അതിലായിരുന്നു. അപ്പൊ നമ്മൾ അവളെ ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാകുമ്പോ നമുക്ക് എപ്പോഴും കാണുകയും ചെയ്യാം, പിന്നെ ഓൾക്കും അതെല്ലാരും കാണാലോ. മറ്റത് നമ്മൾ ആത്തുകൂടെ ഇങ്ങനെ വിടൂലേ, മേലെ പാത്തൊരു കുഞ്ഞു കൂട്ടില് ഇങ്ങനെ ഇടുക ചെയ്യാം. പിന്നെ ടെറസും പുറത്തേക്ക് അഴിച്ചു വിടും. ഇപ്പൊക്കെ ടെറസും പുറത്തേക്ക് അഴിച്ചു വിട്ടാ ഓള് വേറെ പറ്റുമെങ്കിൽ ചാടി ഷീറ്റിന്റെ പുറത്തു കൂടെ ഒക്കെ നടക്കും. അപ്പൊ കൈ കാലോടിയൂലേ, നിലത്തേക്ക് വീണ അതൊക്കെ റിസ്ക് ആണ്. അങ്ങനെ ഓളെ നമ്മളിങ്ങനെ താഴത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ. ഞാൻ മീഷോന്ന് മേടിച്ച ഒരു സാധനം കാണിക്കാട്ടോ. ഇമ്മളെ എന്താ പറയാ, ഉണ്ണോളുടെ ട്രൗസറുകള്, ഇമ്മളുടെ ഇന്നർവെയർസ് ഒക്കെ ഇട്ടേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. അങ്ങനെ അത് മാത്രല്ല കേട്ടോ, നമുക്ക് സാരി, ചുരിദാറ്, മുണ്ട്, തോർത്തൊക്കെ മടക്കി വെക്കാൻ പറ്റും. പക്ഷെ ഇത് നല്ല ബലം ഇല്ല കേട്ടോ. ഞാനിത് മീഷോന്ന് ഓർഡർ ചെയ്തപ്പോ ഞാൻ ഓർത്തു ഇത് ഫോട്ടോ കണ്ടപ്പോ നല്ല ബലമായിരിക്കുന്നു. ബലമില്ലേ, നമുക്ക് ഈ എന്താ പറയാ തുണി സഞ്ചി പോലെയൊക്കെ മടക്കി വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തുണിയെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ബലമായിട്ട് നിൽക്കുകയും ചെയ്യും. കുഴപ്പമില്ല, ഈ ഒരു റേറ്റിന് മോശമൊന്നും പറയാനില്ല. കാരണം 1, 2, 3, 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിതുപോലെ ചെക്കന്മാരുടെ ട്രൗസറുകളൊക്കെ ഇതിൽ ഒരെണ്ണത്തിൽ ഇട്ടേക്കും. അപ്പൊ അതിങ്ങനെ എല്ലാം കൂടി വാരി വലിച്ചെടുക്കണ്ടല്ലോ. പിന്നെ ഒരെണ്ണത്തിൽ ഞങ്ങളുടെ, പിന്നെ ഈ തോർത്തുമുണ്ടുകള്, പിന്നെ നല്ല ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ എടുക്കാത്തൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ നമുക്ക് മടക്കിയിട്ട് ഇങ്ങനെ എടുത്തേക്കാം. ഇനിയിപ്പോ പുറത്ത് റേക്കേന്റെ മുകളിലൊക്കെ കയറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പുറത്തൊക്കെ തുണികൾ വെച്ചാൽ പൊടിയാവൂലോ. അപ്പൊ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ മേടിച്ചോളൂ. ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും പറയാണ് കേട്ടോ, ഞാനിത് ഓർഡർ ചെയ്തത് ഇന്റെ ഒരു മൈൻഡിൽ നമ്മൾ അട്ടപ്പെട്ടിയൊക്കെ ഉണ്ടാവൂലേ, അതേപോലെ ഇങ്ങനെ എന്താ പറയാ അഴഞ്ഞു കുഴയാണ്ട ബലമായി നിൽക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. പക്ഷെ കയ്യിലെത്തിയപ്പോ ആ ഒരു ബലം ഇതിനില്ല. പക്ഷെ എന്നാലും തുണി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബലത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ മേടിക്കുമ്പോൾ അതും കൂടെ ഓർത്തിട്ട് മേടിക്കണേ. തൽക്കാല ആവശ്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നടക്കും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ടാഗ് ചെയ്തതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ബലമുള്ള വേറെ ബാഗുകൾ ഉണ്ടെങ്കിൽ, റേറ്റ് കമ്മി ഉണ്ടെങ്കിൽ അത് നോക്കി മേടിച്ചോളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഉണ്ടല്ലോ, തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത ഏതോ ഒരു വീഡിയോക്ക് പതിവിൽ കൂടുതൽ കുറച്ച് വ്യൂസ് ഒക്കെ കയറിപ്പോയി, കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടി. അപ്പൊ അതിനെല്ലാം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് കേട്ടോ. ഞാൻ എന്റെ എന്താ പറയാ വാക്കുകൊണ്ടല്ല, എന്റെ ഹൃദയം കൊണ്ടാണ് നന്ദി പറയുന്നത്. ഇവിടെ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയൊക്കെ മാറ്റി ഞാൻ നല്ല രീതിയിലാക്കാൻ നോക്കാം.